കൈതോന്നി വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അച്ഛൻ നാട്ടിൽ നിന്ന് വാങ്ങിത്തന്ന ചീനച്ചട്ടിയും തവിയൊക്കെയാണ്. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. പക്ഷേ ഇത് പ്രയോജനമായി എനിക്ക്. ഇത് നല്ലവണ്ണം ഒന്ന് കൈതോന്നി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉരലിട്ട് ചതച്ചെടുത്താലും മതി. എനിക്കിപ്പോൾ ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇത് ചീനച്ചട്ടിയിലോട്ട് പൊടിച്ചെടുത്തിട്ട് ഞാനൊരു 1/4 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല വെളിച്ചെണ്ണ. ഇതിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി, കരിഞ്ജീരകം, ഉലുവ, കറിവേപ്പില എല്ലാം ഇടാം. ഞാൻ പക്ഷേ ഇതിൽ കൈതോന്നിയില മാത്രമാണ് ഇടുന്നത്. ഇതൊരു പ്രത്യേകമാണ്. അതുകൊണ്ടാണ്. ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. കുറച്ചൊന്ന് നല്ല ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ എണ്ണയുടെ കളർ മാറിയിട്ടില്ല. ഇതൊരു നല്ല പച്ച കളറാവും. നല്ലോണം ഒന്ന് തിളയ്ക്കണം. നല്ല മണം വരുന്നുണ്ട്. ഒന്ന് സെറ്റായി എത്തിയിട്ടുണ്ട്. മണമെന്ന് പറഞ്ഞാൽ നല്ലൊരു 4-5 വീട്ടിൽ പോകുന്ന മണമുണ്ട്. ആ ഒരു മണം. എണ്ണ ഒന്ന് സെറ്റായിട്ടുണ്ട്. പച്ച കളറായി. ഇതാണ് ഈ എണ്ണയുടെ കളറ്. ആ ഇലയുടെ ചാറിറങ്ങിയിട്ടുള്ള കളറാണ്. ഇതൊന്ന് ബ്രൗൺ നിറമാവണം ഈ ഇലയെല്ലാം. നല്ല ബ്രൗൺ നിറവും പച്ച കളർ ഓയിലും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഫിൽട്ടർ ചെയ്ത് കണ്ണാടി ഗ്ലാസ്സുള്ള ബോട്ടിൽ വേണം അടച്ച് സൂക്ഷിക്കാനായിട്ട്. ഇതിപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ള 1/4 ലിറ്റർ എണ്ണയിൽ. നല്ല മണമുണ്ട്. നല്ലൊരു പച്ച കളർ എണ്ണയാണിത്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും.